ഗൈഡ് റെയിൽ പദ്ധതി റദ്ദാക്കിയെങ്കിലും സ്ഥലം ഏറ്റെടുക്കുന്നതിനെത്തിച്ച ആയിരക്കണക്കിന് കോൺക്രീറ്റ് കുറ്റികൾ തൃശൂർ കടവല്ലൂർക്കാർക്ക് ഇന്നും തലവേദനയാണ്. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം ഏറ്റെടുപ്പ് മുടങ്ങിയതോടെ കുറ്റികൾ മൈതാനത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിക്കാനായി 4 വർഷം മുൻപാണ് 100 കണക്കിന് കോൺക്രീറ്റ് കുറ്റികൾ കടവല്ലൂർ മൈതാനത്ത് കൊണ്ടുവന്നിറക്കിയത്. പ്രതിഷേധം ശക്തമായതോടെ അന്ന് ഇവ സ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് കുറ്റികൾ മൈതാനത്തിന്റെ ഒരു മൂലയിലേക്ക് മാറ്റിയിടുകയായിരുന്നു. കടവല്ലൂരിലെ പ്രധാന കായിക കേന്ദ്രമായ ഈ മൈതാനത്ത് കളിക്കാനെത്തുന്ന ചെറിയ കുട്ടികൾക്ക് ഈ കോൺക്രീറ്റ് കുറ്റികളുടെ കൂമ്പാരം വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കുറ്റികൾക്കിടയിൽ പൊന്തക്കാടുകൾ വളർന്നതോടെ ഇവിടം ഇഴജന്തുക്കളുടെ താവളമായി മാറി. ഈ സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾ, ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തിട്ട് സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്താണ് വ്യാപകമായിട്ട് കുറ്റി ഇറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പാമ്പ് പോലെയുള്ള വന്നിട്ട് ഇവിടെ ജനങ്ങളെ കൂടിയിട്ട് നാട്ടുകാരൊക്കെ കൂടിയിട്ടാണ് അത് തല്ലിയിട്ട് ഓടിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം അടിയന്തരമായിട്ട് ഈ കുറ്റികൾ ഇവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കണം. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് ഇപ്പോൾ തൊട്ടടുത്തുള്ള പോർക്കുളം പഞ്ചായത്തിൽ ഗ്രൗണ്ടില്ല. അപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകളടക്കം സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം ക്യാമ്പ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ. ആ ഗ്രൗണ്ടിൽ വരുന്ന കുട്ടികൾക്ക് അത്ലറ്റിക് പോലെയുള്ള ഇത് പരിശീലനം നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത് കിടന്നത്. 10,000 കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. റവന്യൂ അധികൃതർ ഉടൻ കുറ്റികൾ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംസ്ഥാനത്തെമ്പാടും സ്ഥാപിച്ച കുറ്റികൾ അധികൃതർ നീക്കം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിലാണ് ഇവരുടെ പ്രതീക്ഷ. സ്ഥിരമായിട്ട് ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി ഉള്ളതാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത സ്കൂളുകളിലൊക്കെ കുട്ടികളുടെ സ്പോർട്സ് ഡേ പോലെയുള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. കടവല്ലൂർ പഞ്ചായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ടിലാണ് ഇത് കൊടുന്നിറക്കിയിട്ടുള്ളത്. തീർത്തും കായികപരമായിട്ടുള്ള മേഖലയിലുള്ള ആളുകളോടും നമ്മുടെ നാട്ടുകാരോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു ഇത്. കുറ്റികൾ നീക്കം ചെയ്ത് കളിക്കളം പൂർണ്ണമായി തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന് പരിശീലനത്തിനെത്തുന്ന കുട്ടികളും ആവശ്യപ്പെടുന്നു. കടവല്ലൂരിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.